അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചിഴച്ച് ഒരു കാർ യാത്ര. റോഡിലെ ചെളിവെള്ളം തെറിപ്പിച്ചതിൻ്റെ പേരിൽ തർക്കമായിരുന്നു ഇങ്ങനെയൊരു അതിക്രമത്തിന് കാരണം. എറണാകുളം ചിറ്റൂർ ഫെറിക്ക് സമീപം ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ശ്യാം പ്രസാദ് ഉത്തമൻ, ശ്യാം, ഇത് എന്താണ് ഇവർ കാണിക്കുന്നത്? ദിവിഷ അത് തന്നെയാണ്. അതായത് ഒരു അച്ഛനെയും മകനെയും ആ റോഡിലൂടെ വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. അതായത് ഈ പറയുന്ന ലോറി ഡ്രൈവറായിട്ടുള്ള അക്ഷയുടെ പിതാവ് സന്തോഷിനെയും അക്ഷയനെയുമാണ് ഈ കാർ യാത്രക്കാർ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. ഏകദേശം 500 മീറ്ററോളം അക്ഷയെ ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 200 മീറ്ററോളം അക്ഷയുടെ പിതാവിനെയും ഇങ്ങനെ ഇവർ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ആസ്റ്റർ മെഡിസിറ്റിക്ക് സമീപത്ത് വെച്ച് ഈ അക്ഷയും അക്ഷയുടെ സഹോദരിയെ കൂട്ടുവാൻ വേണ്ടി അക്ഷയ് സ്കൂട്ടറിൽ ചെന്നതാണ്. അങ്ങനെ ഈ സഹോദരിയെയും കൂട്ടി അക്ഷയ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാർ യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്ന ചെളിവെള്ളം ഇവരുടെ മേത്തേക്ക് തെറിപ്പിച്ചു. അങ്ങനെ ഈ അക്ഷയുടെയും അക്ഷയുടെ സഹോദരിയുടെയും മേത്ത് ചെളി വീണു. തുടർന്ന് ഈ അക്ഷയ് ഈ കാറിന് കുറുകെ ഈ സ്കൂട്ടർ വെച്ച് ഈ സൂക്ഷിച്ച് ഓടിച്ചുകൂടെ എന്ന രീതിയിൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായി. തുടർന്ന് ഈ അക്ഷയിനെ കോളറിന് കുത്തിപ്പിടിച്ചു എന്നാണ് ഈ അക്ഷയുടെ സഹോദരി നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഉൾപ്പെടെ കൂടിയാണ് അവിടെ വെച്ച് ആ തർക്കം അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച് രണ്ടു കൂട്ടരെയും വിടുകയായിരുന്നു. തുടർന്ന് ഈ അക്ഷയും അതോടൊപ്പം തന്നെ അക്ഷയുടെ സഹോദരിയും കൂടി ഇവരുടെ വീട്ടിലേക്ക് പോയി. കോതാടുള്ള വീട്ടിലേക്കാണ് പോയത്. ഇവര് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെ ഈ കാർ യാത്രക്കാർ പിന്തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ വീട്ടിന് ഗേറ്റിനകത്തേക്ക് കയറുകയും തുടർന്ന് ഈ കാർ യാത്രക്കാർ മുൻപോട്ട് പോയി വീണ്ടും തിരികെ വരാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം ഈ അക്ഷയ് ഈ വീടിന്റെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ വീടിന്റെ പുറത്തുണ്ടായിരുന്നപ്പോൾ ഈ വീടിന്റെ പുറത്ത് വെച്ച് ഈ കാർ യാത്രക്കാരും ഈ അക്ഷയും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ അത് വലിയ ഒരു രൂക്ഷമായ തർക്കത്തിലേക്ക് മാറുന്നതിനിടയിലാണ് ഈ അക്ഷയുടെ സഹോദരി തന്റെ പിതാവിനെ കൂടി വിളിച്ചു വരുന്നത്. അങ്ങനെ പിതാവ് വന്നപ്പോഴത്തേക്കും ഇവർ കാറിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും അങ്ങനെ ഇവർ പിതാവുമായിട്ടും വീണ്ടും തർക്കമാകുന്നു. അങ്ങനെ ഇവര് 3 പേരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചതിനിടയിലാണ് ഈ കാറിലുണ്ടായത് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ആ കാറിലുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഈ കാറിലുണ്ടായിരുന്നവർ ഈ അക്ഷയിനെയും പിതാവിനെയും ഈ കാറിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന CCTV ഞാൻ ശാമിലേക്ക് വരാം. ഇത് എന്തൊരു തെമ്മാടിത്തമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നാണ്. നമ്മൾ ഈ 24 മണിക്കൂർ ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ടാണ് ഇമാതിരി അതിക്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. ഒന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കാണിച്ചവരാരാണെന്നൊരു വിവരമില്ലേ? പോലീസ് ഇതിൽ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ, നടപടി എടുത്തിട്ടുണ്ടോ, ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദിവിഷ, അതിനകത്താണ് ഏറ്റവും വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ സംഭവം നടന്ന ശേഷം ഇവര് രാത്രിയോടുകൂടി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് ചേരാനെല്ലൂർ പോലീസിൽ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ നാട്ടുകാർ ഉൾപ്പെടെ ഈ വാഹനം, ഈ കാറ് ആ സമയത്ത് പിടിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിന് കൈമാറുകയും ചെയ്തു. പക്ഷേ പോലീസ് ഒരു മിനിറ്റ് ഈ അക്ഷയുടെ സഹോദരി അൻസു ടെലിഫോൺ ലൈനിലുണ്ട്. ഇതെന്താണ് സംഭവിച്ചത് പറയാമോ? ഹലോ, പറയാമോ? ഇത് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ക്രൂരതയിലേക്കൊക്കെ ഇത് വന്നത്?
അത് ഞങ്ങൾ ഇന്നലെ അവൻ കണ്ടെയ്നർ ഓടിക്കുന്ന ആളാണ്. അപ്പൊ റിട്ടേൺ വരുമ്പോ കണ്ടെയ്നർ നേരെ പോർട്ടിലോട്ട് വിട്ടിട്ട് അവൻ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ചു. ഞാൻ നേരെ അവനെ പിക്ക് ചെയ്യാനായിട്ട് ചെന്നതാണ്. ദിവിഷ, അതായത് ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ ചേരാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഈ പോലീസ് ആ ഘട്ടത്തിൽ ഇവരുടെ വാഹനം ഉൾപ്പെടെ പിടിച്ചെടുത്തുവെങ്കിലും പിന്നീട് ഈ വാഹനം വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഈ പെൺകുട്ടിയുമായി ഞാൻ ചെയ്ത ആരാണെന്നുള്ള പേര് വിവരങ്ങളുണ്ടോ? അതും കൂടെ നാട്ടുകാർ അറിയണല്ലോ. പറയുന്നത് അതായത് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടറും അതോടൊപ്പം തന്നെ ഒരു നേഴ്സും ഉണ്ടായിരുന്നു എന്നാണ്. അത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഒരു ഡോക്ടറും നേഴ്സുമാണ് എന്നാണ് ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നത്. പേര് വിവരങ്ങളുണ്ടോ? ഇത് സംബന്ധിച്ച് ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പെൺകുട്ടിയുമായിട്ട് മാത്രമാണ് നമുക്ക് നിലവിൽ സംസാരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവർ ഈ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഈ ഇത്രയും വലിയ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയെങ്കിലും കേസെടുക്കേണ്ടതാണ്. അത്തരത്തിലൊരു കേസെടുക്കുക പോലും പോലീസ് ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇവരുടെ ഈ വാഹനം ആ സമയത്ത് കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും പിന്നീട് ആ വാഹനം വിട്ടു നൽകുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നും പറയുന്നു. പക്ഷേ മറ്റൊരു കാര്യം, അതായത് പോലീസ് പറയുന്നത് ഈ ഘട്ടത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും, അതായത് അവർ ഈ പെൺകുട്ടിക്കും അതോടൊപ്പം തന്നെ ഈ അക്ഷയ്ക്കെതിരെയും കേസെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇവർ തമ്മിൽ നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. തുടർന്ന് ആ വിഷയത്തിൽ കാറുകാർക്കും ഒരുപക്ഷെ പരാതി ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നിലവിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അതായത് നമ്മളെ രണ്ട് ഭാഗത്തും ശരിയാണ് ശ്യാമ. ഇപ്പൊ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ വലിച്ചഴിക്കുന്നതാണ്. ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ശരി. പക്ഷെ ഒരു ചെളി തെറിപ്പിച്ചു എന്ന തർക്കം എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളെ പിടിച്ചു കെട്ടി ഷർട്ടിലോ മറ്റോ പിടിച്ച് വാഹനം ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമല്ലേ? ഒരു പോസ്റ്റോ ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു മതിലോ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടില്ലേ? അത് അത്രയും വലിയ ക്രൂരതയിലേക്ക് ഒരു ചെളി തെറിപ്പിച്ച തർക്കം പോണെങ്കിൽ മനുഷ്യൻ എവിടെ ചെന്ന് നിൽക്കുന്നു? അതുതന്നെയാണ് ദിവിഷ്. അതായത് ഈ ദൃശ്യങ്ങളാണ് ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ട് കൃത്യമായിട്ടൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊരു ദൃശ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ പോലീസ് അത് കാണുമ്പോൾ എന്തായാലും കൃത്യമായിട്ടും ആ കേസ് എടുത്ത് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ ഈ വാഹനം പിടിച്ചെടുത്തിട്ട് വിട്ടുകൊടുത്തു എന്നല്ലേ പറഞ്ഞേ? ഇവരെ പോലീസ് ഈ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തിയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അതോ അതായത് നിലവിൽ ഈ പെൺകുട്ടി ഉൾപ്പെടെ നമ്മോട് വ്യക്തമാക്കുന്നത് ഈ വാഹനം ആ ഘട്ടത്തിൽ നാട്ടുകാരാണ് അവിടെ വെച്ച് ഈ വാഹനം പിടിച്ചു വെക്കുകയും തുടർന്ന് പോലീസിന് കൈമാറുകയും ചെയ്തത്. അങ്ങനെ പോലീസ് ഈ വാഹനം പിടിച്ച് എടുക്കുകയായിരുന്നു. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം പിന്നീട് ഈ വാഹനം വിട്ടുകൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഈ കുടുംബം നമ്മളോട് പങ്കുവച്ച കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവരെ വേണ്ട വിശദമായ രീതിയിലുള്ള പരിശോധനയും മറ്റും നടത്തിയില്ല എന്നും പറയുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ്. ഇവർ മദ്യപിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധന പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടില്ല എന്ന ഒരു ആക്ഷേപമാണ്. അത് പലപ്പോഴും സമയത്ത് പരിശോധനകൾ നടത്തേണ്ട സമയത്ത് നടത്താറില്ലല്ലോ. അങ്ങനെയാണല്ലോ പിന്നെ പലരെയും രക്ഷപ്പെടുത്താറ്. അത് നമ്മൾ പല കേസുകളിലും നാട്ടിൽ കാണുന്നതുമാണ്. ഇതെന്തായാലും ഒരു ചെളി തെറിപ്പിച്ചു, അതിൻ്റെ പേരിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടോ പ്രശ്നമുണ്ടോ ഒക്കെ ശരി, ഇതൊക്കെ സംസാരിച്ച് തീർക്കാവുന്നതൊക്കെ ഉള്ളൂ. അതിന് ഒരാളെ പിടിച്ചു കിട്ടി വാഹനത്തിൽ വലിച്ചഴിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിലും അത്രയും വലിയ ക്രൂരതയിലേക്ക് പോകാനുള്ള തർക്കമൊന്നും അല്ലല്ലോ ഒരു ചെളി തെറിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ദിവിഷ്. അങ്ങനെ ഒരു ചെറിയൊരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഒരാളെ, അത് രണ്ടുപേരെ കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുക, അതായത് ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരം ഇവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ പെൺകുട്ടി പുറകെ ഓടുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം പുറകെ ഈ പെൺകുട്ടി